കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ എല്ലാ തിങ്കളാഴ്ച തോറും നടന്നു വരുന്ന ദാനിയേൽ പ്രവചനത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 40ാമത് എപ്പിസോഡിലേക്ക് വരുവാൻ ദൈവമിടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 39 എപ്പിസോഡുകളിലായി ദൈവവചന പഠനത്തിനു വേണ്ടി നാം അവസരം ചെലവഴിക്കുകയായിരുന്നു. ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ശുശ്രൂഷകൾ നടന്നു വരുന്നു. ഫേസ്ബുക്കിൽ ലൈവായി നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് 9:30 മുതൽ 10 മണി വരെ നടത്തപ്പെടുകയാണ്. അതിൻ്റെ ആദ്യ ക്ലാസ് എന്നുള്ള നിലയിലാണ് ഈ തിങ്കളാഴ്ച ദിവസം ഈ ക്ലാസ് നടക്കുന്നത്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യ ഈ 40ാമത്തെ എപ്പിസോഡിൽ ദാനിയേൽ പ്രവചനത്തിൻ്റെ പഠനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സവിസ്താരമായി നാം ഓരോ അധ്യായങ്ങളെക്കുറിച്ചും പഠിക്കുവാനിടയാണ്. മൊത്തത്തിൽ നാം ദാനിയേൽ പ്രവചനത്തെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയ ഏതാണ്ട് 5 കാര്യങ്ങളാണ് ഈ ദാനിയേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഇതിൽ നിന്ന് പഠിക്കുന്നതും നമ്മെ പഠിപ്പിക്കുന്നതുമായ 5 പാഠങ്ങളാണുള്ളത്. ഒന്ന്, ചരിത്രത്തിൻ്റെ ഗതികളെ നിർണയിക്കുന്നത് മനുഷ്യനല്ല ദൈവമാണെന്ന് വ്യക്തമായി നാം ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠമാണ്. രണ്ടാമതായി, ഭൂതം, ഭാവി, വർത്തമാനകാല സംഭവങ്ങൾ നടത്തപ്പെടുന്നതെല്ലാം ദൈവഹിത പ്രകാരം തന്നെയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, പ്ലാനാണ് എന്നുള്ളത് ഈ പുസ്തകം മൊത്തമായി പഠിക്കുന്നവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. മൂന്നാമതായി, ഭാവി സംബന്ധിച്ച് ഭാരപ്പെടുന്ന ആ വിഷയത്തിൽ ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. അങ്ങനെയുള്ളവർക്ക് മഹത്തരമായ വിടുതലിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാൻ കഴിയും എന്നുള്ളത് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. നാലാമതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം തരുന്ന പ്രകാശത്തിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ വചനത്തിനൊത്തവണ്ണം ദൈവം തരുന്നതായ വെളിച്ചത്തിൽ ആത്മീക ജീവിതം നയിക്കുക എന്നുള്ളത് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഏറ്റവും ഒടുവിലായി നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, കർത്താവിൻ്റെ നാളിൽ പ്രാപിപ്പാനുള്ള പ്രതിഫലത്തിന് വേണ്ടി ജീവിക്കുക. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ഈ 5 പാഠങ്ങളും ഈ പ്രവചന പുസ്തകം നമ്മെ മനസ്സിലാക്കി തരികയാണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ പ്രവചനത്തിലെ പ്രധാനമായി നാം പഠിച്ച പാഠങ്ങളിൽ ചിലത് ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച്. നെബൂഖദ്നേസർ, ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം, ആ സ്വപ്നത്തിൽ നെബൂഖദ്നേസറിന് വെളിപ്പെട്ടതായ വരുവാൻ പോകുന്ന ലോകൈക സാമ്രാജ്യങ്ങളെ കുറിച്ച് ദൈവദാസനായ ദാനിയേൽ വ്യാഖ്യാനിക്കുന്നതുമായ പാഠങ്ങൾ നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അതേ സാമ്രാജ്യങ്ങളെ കുറിച്ച് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. വരുവാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ട്, ഭരണതലത്തിൽ നിന്നുകൊണ്ട്, ഒന്നാമത്തെ രാജാവായ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താൻ കണ്ട സ്വപ്നം വരുവാൻ പോകുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച്
ആ നിലകളിൽ അതേ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ദൈവദാസനായ ദാനിയേലിനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതിനെക്കുറിച്ച് വ്യക്തമായ ആ ചിത്രങ്ങൾ നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുവാൻ കഴിയും. നാം അത് പഠിച്ച ഭാഗങ്ങളാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സാമ്രാജ്യങ്ങളുടെ തകർച്ചയും മറ്റു സാമ്രാജ്യങ്ങളുടെ വളർച്ചയും ആഗമനവുമൊക്കെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ബാബിലോൺ സാമ്രാജ്യം നിലനിൽക്കെ നമുക്കറിയാം, വിശുദ്ധ ദാനിയേൽ പ്രവചനത്തിൽ തന്നെ നാം പഠിച്ച വിഷയമാണെങ്കിലും മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് വേണ്ടി വഴിയൊരുങ്ങുന്ന ഒരു ചരിത്രം ഈ പുസ്തകത്തിൽ നാം പഠിച്ചു. അതിലെ രാജാവായ കോരശിനെ കുറിച്ച്, കോരശ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് പുറകിൽ കോരശ് ജനിക്കുമെന്നും അവൻ രാജ്യം എന്തു ചെയ്യും ഏറ്റെടുക്കുമെന്നും അവന്റെ മുൻപിൽ വഴികൾ അടയപ്പെടുകയില്ലെന്നും പുരാതന സമ്പത്തുകളും ഗുപ്തനിധികളുമൊക്കെ അവൻ കൈവശമാക്കുമെന്നും പ്രവാചകനായി യെശയ്യാവ് മുന്നമേ പ്രവചിച്ചു. ആ ചരിത്രം ഞാൻ ക്ലാസ്സിൽ ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു അംശം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില ചിന്തകൾ കോറിയിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കണം, വലിയ സാമ്രാജ്യമായ ബാബിലോൺ അതിശക്തിയോടുകൂടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബെൽഷസ്സർ ഒരു രാത്രി വീഞ്ഞു കുടിച്ച് വിരുന്നുവാഴികളും മഹത്തുക്കളുമായി വെപ്പാട്ടികളുമായി ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രാത്രി ആ സാമ്രാജ്യത്തിന് അന്തം കുറിച്ചുകൊണ്ട് മേദ്യ പാർസ്യ സാമ്രാജ്യം ഉടലെടുത്ത ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. അപ്പൊ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ജഗനിയാന്താവായ ദൈവം, ഒന്നുകൂടെ പറഞ്ഞ ത്രികാലജ്ഞനായ ദൈവം, കാലങ്ങളെയും ഭരണങ്ങളെയും ഭരണകൂടങ്ങളെയും അതിൻ്റെ തനതായ നിലവാരത്തിൽ മുന്നമേ കണ്ട് ആ നിലകളിൽ അതിനെ നിയന്ത്രിക്കുന്ന, ചരിത്രമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളത് ശക്തമായി വ്യക്തമായി ഈ പുസ്തകം നമ്മെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, രാജാക്കന്മാരെ നീക്കുകയും നിവർത്തിക്കുകയും ചെയ്യുന്ന, ആക്കുകയും ചെയ്യുന്ന, ഭരണതലത്തിൽ കൊണ്ടുവരുന്ന, അപ്പോൾ തന്നെ അവരെ മാറ്റുന്ന, അതും ദൈവത്തിൻ്റെ കരമാണെന്ന് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ക്ലാസ്സുകളിൽ ഞാൻ വെളിപ്പെടുത്തിയതാണ്. ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡായിരിക്കുന്ന ഈ എപ്പിസോഡിൽ വളരെ വ്യക്തമായ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിശ്ചയമായും ഈ സാമ്രാജ്യങ്ങൾ മാറി മറിഞ്ഞ് പല സാമ്രാജ്യങ്ങളുടെ കാലം കടന്നുപോയപ്പോൾ, കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ പല സാമ്രാജ്യങ്ങളും മറഞ്ഞു പോയപ്പോൾ, കാലത്തിൻ്റെ നീലക്കയത്തിൽ പല സാമ്രാജ്യങ്ങളും താണുപോയപ്പോൾ, അതിൻ്റെ ചരിത്രം അവിടം കൊണ്ട് തീർന്നപ്പോൾ, ചരിത്ര പുസ്തകമായി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവവചനമാകുന്ന വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി ആ ചരിത്രം രേഖപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ പഠിച്ച ഭാഗങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഈ പ്രവചന പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലുകൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നെബൂഖദ്നേസറിനോട് ദൈവം പലവട്ടം ഇടപെട്ടതായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആ നെബൂഖദ്നേസറിന് മനസ്സിലായി ദാനിയേലിന്റെ ദൈവം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പലവരു താൻ പ്രഖ്യാപനം ചെയ്തതായി കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ സമർപ്പിക്കുകയോ ദൈവം പറഞ്ഞ ആലോചനയ്ക്കൊത്തവണ്ണം തന്നെ ഒരുക്കുകയോ ചെയ്യുവാൻ കഴിയാത്തത് നിമിത്തം
തൻ്റെ അഹങ്കാരവും ആമേൻ ആ നിലകളിലുള്ളതായിരിക്കുന്ന ആ നിഗളവുമൊക്കെ നിമിത്തം എൻ്റെ പ്രതാപത്തിനു വേണ്ടി എൻ്റെ ധനമഹാത്മ്യത്താൽ ഞാൻ പണിതുയർത്തിയ മഹതിയാം ബാബേലല്ലയോ ഇതെന്ന് പറഞ്ഞ അഹങ്കരിച്ച രാജാവിനെ 7 വർഷം പുല്ലുതീറ്റിച്ച ചരിത്രം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവന് ആ ഉയരത്തിലേക്ക് അവൻ്റെ കണ്ണുകളെ ഉയർത്തി ഒരു മടങ്ങിവരവും ഒരു മാനസാന്തരവുമൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എത്ര ഉന്നതനായിരുന്നാലും ബലവാനായിരുന്നാലും സാമ്രാട്ടായിരുന്നാലും ഭരണാധികാരിയായിരുന്നാലും അവനോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ഗ്രീസിലെ രാജാവായിരുന്ന അലക്സാണ്ടറിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ആ ചരിത്രം ഓർപ്പിച്ചതാണ്. ആ സ്തോത്രം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് നേരെ പോലും വാള് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീയും ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ പിടിച്ചടക്കുമായിരുന്നു. പക്ഷെ ഈ പുസ്തകത്തിൽ പറയുന്നു, ആ രാജാവ് ബലവാനായിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മരിക്കുമെന്ന് പറഞ്ഞു. ആ ഭാഗം നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതാ. 33 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പനിനീർക്കുളത്തിൽ കുളിച്ച് താൻ രാജ്യങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കും അളവിലാണ് ഒരു പനി പിടിപെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അലക്സാണ്ടറിനെ കുറിച്ച് ഈ ദാനിയേൽ പ്രവചനത്തിൽ നാം പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ ആർക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞത്, രാജാക്കന്മാരുടെ നടുവിൽ അവരുടെ ധീരതയോ ഭരണതന്ത്രങ്ങളോ ഉന്നതമായ കഴിവുകളോ ശ്രേഷ്ഠതകളോ ഒന്നുമല്ല അവരെ നിയന്ത്രിച്ചത്. അവരുടെ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനുള്ള ശക്തി, അതിൻ്റെ പുറകിൽ ചലിച്ചത് ദൈവത്തിൻ്റെ ദൈവികമായിരിക്കുന്ന ചരിത്രത്തെ നിയന്ത്രിക്കുന്ന, ചരിത്രഗതികളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്ന് ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഭൂതം ഭാവി വർത്തമാനകാല സംഭവങ്ങൾ ഓരോന്നായി എടുത്തു നോക്കൂ. ഇതെല്ലാം ദൈവഹിത പ്രകാരമാണ് സംഭവിക്കുന്നത്. ആമേൻ. അതിനെക്കുറിച്ച് നാം പഠിച്ചതാണ്, സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. ഭൂതകാലത്തെക്കുറിച്ച്, ഭാവി കാലത്തെക്കുറിച്ച്, ആമേൻ, മാത്രമല്ല ഇപ്പോഴുള്ള വർത്തമാനകാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അത് മാത്രമാണ്, ദൈവഹിതം മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മനുഷ്യൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നെങ്കിലും ദൈവത്താൽ ഇതിൻ്റെ പിൻപിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണ്, ദൈവത്തിൻ്റെ ചരിത്രമാണ് ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ചരിത്രമെന്ന് ഏതൊരുവനും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന പാഠങ്ങളാണ് ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സാമ്രാജ്യങ്ങൾ പലത് മാറി മാറി വന്നു. നമുക്കറിയാം, അടിമകളായി വന്ന ആ എബ്രായ ബാലന്മാർ, ഒന്നുകൂടെ പറഞ്ഞാൽ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട പരീക്ഷണങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ഈ സാമ്രാജ്യങ്ങളുടെ ആ പ്രത്യേകമായ സാഹചര്യങ്ങളുടെ നടുവിൽ അവർക്കെതിരെ കടന്നു വന്ന തീയമ്പുകളും പ്രശ്നങ്ങളുമൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ അവരെ അവിടേക്ക് എത്തിച്ച ദൈവത്തിൻ്റെ ദൈവഹിതം, അവരിലൂടെ വെളിപ്പെട്ട ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കാനായിട്ട് കഴിയും. ദാനിയേൽ ഒരടിമച്ചെറുക്കനായിട്ട് വന്നതാണ്, പ്രവാസികളിൽ ഒരുത്തൻ എന്നാണ് 1-ാം അധ്യായത്തിൽ നാം ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നത്. ആര് ദാനിയേലിനെ അന്ന് ശ്രദ്ധിച്ചാലും ഏതാണ്ട് 16 വയസ്സുള്ള ഒരു അടിമച്ചെറുക്കനായിട്ടാണ് ബാബിലോണിൽ വന്നത്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ നിരന്തരം വെളിപ്പെട്ടപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. രാജധാനിയിൽ പരിചരിക്കുന്ന ആ പരിചാരക വൃന്ദങ്ങളോടൊപ്പം തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ആ നിലവാരങ്ങളും അതിൽ നിന്ന് ഉയർന്ന്
രാജ്യത്തെ 6-ാം അധ്യായത്തിലേക്ക് ദാനിയേൽ പ്രവചനം വരുമ്പോൾ രാജ്യത്തെ 3 പ്രധാന പ്രസിഡന്റുമാരിൽ ഉത്കൃഷ്ട മാനസനും ഒന്നാമനുമായി ദാനിയേൽ ഉയർത്തപ്പെടുവാനിടയായി. ആ നിലകളിൽ ഭക്തനും ശക്തനുമായി ദൈവത്തിനു വേണ്ടി നിലകൊണ്ട ദാനിയേലിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇഹലോകത്തിൽ താൻ നേരിട്ട പരീക്ഷകൾ വളരെ ആയിരുന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കണം, എല്ലാ കാലത്തും ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തിലൂടെയല്ല നാം അനുദിനം യാത്ര ചെയ്യുന്നത്. പലരും ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധിയില്ലാത്തൊരനുഭവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്നവരുണ്ട്. കപ്പല് ഓടിക്കുന്നത് തിരകളുടെ മീതെ കൂടെയാണ്. എപ്പോഴും തിരകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശക്തിയോടുകൂടെ അലറി വിളിച്ചു കൊണ്ടിരിക്കും. ചില സന്ദർഭങ്ങൾ അതിൻ്റെ പടങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയ്യോ, ആർത്തിരമ്പുന്ന തിരകൾ പൊക്കത്തിൽ ഇങ്ങനെ ആഞ്ഞടിച്ചു വരുമ്പോൾ അതിൻ്റെ നടുവിലൂടെ തിരകളെ കീറിമുറിച്ചാണ് ഒരു കപ്പൽ യാത്ര ചെയ്യുന്നത്. മഹാസമുദ്രത്തിൽ തിരയില്ലാത്തൊരിടമില്ല. അങ്ങനെ കപ്പൽ ഓടിക്കാൻ കഴിയുകയില്ല. ഇതുപോലെയാണ് ജീവിതം. ഒരു മഹാസാഗരത്തിലൂടെയാണ് നാം എല്ലാവരും യാത്ര ചെയ്യുന്നത്. എപ്പോഴും തിരകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കും. പ്രതിസന്ധികൾ ഇവിടെയുണ്ട്. പക്ഷെ അതിനെ കീറിമുറിച്ചുകൊണ്ടാണ് ഒരു ദൈവപൈതൽ യാത്ര ചെയ്യുന്നത്. സ്തോത്രം. തളരുവാനല്ല, ക്ഷീണിക്കുവാനല്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം അതാണ്. ദൈവഹിതത്തിനു വേണ്ടി ഭക്തന്മാർ നിന്നു കഴിഞ്ഞപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർക്ക് വേണ്ടി ചലിച്ചിറങ്ങിയ ദൈവ സാന്നിധ്യം ഈ പുസ്തകത്തിൽ വ്യക്തമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. തീയുടെ നടുവിൽ ആരാധനയ്ക്ക് വേണ്ടി നിന്നവർക്കായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം മാത്രമല്ല, ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്നതിന്റെ ഫലമായി സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം. അവനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുമ്പോൾ സിംഹത്തിന്റെ വായ്ക്ക് ഇരയായിത്തീരേണ്ട ദാനിയേൽ അവിടെ വിടുതൽ പ്രാപിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ ഒരു രാത്രി വിശ്രമിച്ച ചരിത്രം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവഹിതത്തിനു വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിനു വേണ്ടി നിൽക്കുന്ന ഭക്തന്റെ ജീവിതത്തിന്റെ ചര്യകളെ ദൈവഹിത പ്രകാരം അവന്റെ ജീവിതത്തെ, അവന്റെ ഭൂതം, ഭാവി, വർത്തമാനകാലങ്ങളെ, സംഭവങ്ങളെ ദൈവഹിത പ്രകാരം മാറ്റിയെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. സാമ്രാജ്യങ്ങൾ ചിലത് മാറി മറിഞ്ഞു. നമുക്കറിയാമല്ലോ, ദാനിയേലിന്റെ കാലത്ത് നിലനിന്ന ബാബിലോൺ സാമ്രാജ്യം, അത് ദാനിയേൽ നിൽക്കെ തന്നെ അത് മൺമറഞ്ഞ് ബാബിലോൺ സാമ്രാജ്യത്തിനപ്പുറത്തൊരു മേദ്യ പാർസ്യ സാമ്രാജ്യം ഉടലെടുത്തു. ആ കാലത്തും ദാനിയേൽ ശുഭമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. സാമ്രാജ്യങ്ങൾ പലതും മാറി മറിഞ്ഞെങ്കിലും ഭക്തന്റെ ജീവിതം ശുഭകരമായിരുന്നു. കാരണം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിലനിർത്തേണ്ടത് ദൈവത്തിന്റെ കൃപയാകയാൽ അവന് വേണ്ടി ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഉടനീളം ഈ പുസ്തകത്തിൽ നാം വ്യക്തമായി വായിക്കുന്നു. ഏറ്റവും ഒടുവിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഭാഗം അതാണ്. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, യുഗാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. പരീക്ഷകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എതിരുകളും പോരുകളും ഒക്കെ സഹിച്ച് വിശ്വാസത്തിനും വിശുദ്ധിക്കും ആരാധനയ്ക്കും ദൈവകൃപയ്ക്കും വേണ്ടി നിന്ന ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ സ്വർഗം അവനെ അയക്കുമ്പോൾ പറയുകയാണ്, നീ എഴുന്നേറ്റ് വരും, നീ എഴുന്നേറ്റ് വരും, നീ എഴുന്നേറ്റ് വരും. എപ്പോഴാ വരുന്നത്? നിന്റെ പ്രതിഫലം വാങ്ങുവാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭൂതം, ഭാവി, വർത്തമാനകാലങ്ങളിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ഒരു ഭക്തന് ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളത് ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തത് ഈ ദാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. അതെ, ദൈവത്തിൽ ആശ്രയിക്കുക. ഇരുളടഞ്ഞ മണ്ഡലങ്ങൾ അനവധി 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 ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോഴും ഭാവിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ,
ഇസ്രായേലിനെ സംബന്ധിച്ച് സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. അവർക്ക് സ്വന്തമെന്ന് പറയാൻ ബാബിലോണിൽ ഒന്നുമില്ല. അന്യ ദേശത്ത് അവർ അടിമകളായി പിടിക്കപ്പെട്ടിരിക്കുക. അവരുടെ ഭാവിയെല്ലാം അനിശ്ചിതത്തിലാണ്. എന്നാൽ ഈ ഭക്തന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു. നമുക്കറിയാം, ബാബിലോണിൽ പ്രവചിച്ച ശക്തനായൊരു പ്രവാചകനാണ് യെഹെസ്കേൽ പ്രവാചകൻ. യെഹെസ്കേലിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കേബാർ നദിയുടെ തീരത്ത് ഞങ്ങളിരുന്നു. സ്തോത്രം. യെഹെസ്കേൽ പ്രവചനം 1 സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറന്നതായിട്ട് അവിടെ വായിക്കും. കണ്ടോ, ഭക്തന് വേണ്ടി അടിമത്വത്തിൻ്റെ ആ അനുഭവത്തിലേക്ക്, ബാബിലോണിലേക്ക്, ആ കേബാർ നദിയുടെ തീരത്തേക്ക് അടിമകളെ കൊണ്ടുവന്ന് സ്തോത്രം അട്ടിയിടുന്ന പോലെ കൊണ്ട് അട്ടിയിട്ട് ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ആ നിലകളിൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ ഒരു ഭക്തന് വേണ്ടി മീതെ സ്വർഗം തുറന്നു. യെഹെസ്കേൽ പ്രവചനം ആരംഭിക്കുന്ന വാക്യം അതാ, ഭക്തന് വേണ്ടി മീതെ സ്വർഗം തുറന്നു. ഇവിടെയുള്ള പലതും അടഞ്ഞു കേട്ടോ. സ്വന്തം കുടുംബത്തെ, സ്വന്തം സാഹചര്യങ്ങളെ, സ്വന്തമായി ഉണ്ടായിരുന്ന ആരാധനയെ, ആത്മീയ അനുഭവങ്ങളെ എല്ലാം ശത്രു എന്ത് ചെയ്തു? അടച്ചു. അവിടെ നിന്ന് കേവലം അടിമകളെ പോലെ കേബാർ നദിയുടെ തീരത്ത് ഒരു സംഘം ആളുകൾ ഇരിക്കുമ്പോൾ അവർക്കാർക്കുമില്ലാത്തൊരു കാഴ്ചപ്പാട് മുകളിൽ സ്വർഗം തുറന്ന് തൻ്റെ ഭക്തനായ യെഹെസ്കേലിന് ദൈവം ആ പ്രവാസികളുടെ നടുവിൽ കൊടുത്തതിനെ കുറിച്ച് ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഭാവിയെക്കുറിച്ച് ഇനി എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് ആകുലപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, തൻ്റെ ഭക്തന്മാർക്ക് പ്രത്യാശയുണ്ട്. ആമേൻ. ആ പ്രവചന ഭാഗത്ത് യെഹെസ്കേൽ പറഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട്. നിശ്ചയമായും അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കാം ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാണുന്നത്. 2024 എന്തും സംഭവിക്കാമെന്ന് ചിലപ്പോൾ ചിന്തിച്ച് വശായി ജീവിതത്തിൽ വല്ലാത്ത ചിന്തകളിലൂടെ, ഭാരങ്ങളിലൂടെ, എൻ്റെ കടമാര് വീട്ടും, എൻ്റെ പ്രതിസന്ധി എങ്ങനെ നീങ്ങും, എവിടെ ഞാൻ വിജയിക്കും, എൻ്റെ ഭാവി അനിശ്ചിതത്തിലാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു സന്ദേശം, ഒരു ദൂതും കൂടെ ഇതിനിടയിൽ ഞാൻ കൈമാറുന്നു. മറ്റൊന്നുമല്ല, നിന്റെ ഭാവിയെ ധന്യമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇരുളടഞ്ഞ മണ്ഡലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് ഈ ദാനിയേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ദൈവം തരുന്ന പ്രകാശത്തിൽ ഇന്ന് ജീവിക്കുക. എന്നും ഒരുപോലെയുള്ള സാഹചര്യങ്ങളല്ല. ദൈവം തരുന്ന പ്രകാശത്തിൽ നീ എന്ത് ചെയ്യണം? ജീവിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ അനവധി വാക്യങ്ങൾ എനിക്കെടുത്ത് ഉദ്ധരിക്കാൻ കഴിയും. ഇങ്ങനെ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. കണ്ടോ, അല്പമേ ശക്തിയുള്ളൂ. നിനക്ക് എന്തോരം ശക്തി ഉണ്ടെന്ന് ദൈവം ചോദിക്കുന്നില്ല. ശക്തന്മാർ പലരും കാണും, ശക്തിയോടെ നിൽക്കുന്നവർ കാണും, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവർ കാണും, പ്രവർത്തിക്കുന്നവർ കാണും. പക്ഷേ നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും ആ ഉള്ള ശക്തി കൊണ്ട് നീ എൻ്റെ വചനം കാത്തു. ആ സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂതുണ്ട്, നിന്റെ മുൻപിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. നോക്കണം, കണ്ടോ? പലരെ നോക്കി അവർക്കൊക്കെ ശക്തിയുണ്ട്, അവർക്ക് അങ്ങനെയുണ്ട്, ഇവർക്ക് ഇങ്ങനെയുണ്ട്, എനിക്കിതൊന്നുമില്ല, അതുകൊണ്ട് എന്നാ എന്ന് പറഞ്ഞിരുന്നില്ല. ഉള്ള ശക്തി മുറുകെ പിടിച്ച് ദൈവ വചനത്തിൻ്റെ കാവലാളായി ദൈവത്തിന് വേണ്ടി നിന്ന ഭക്തനോട്, സഭയോട് പറയുക, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. അതുകൊണ്ട് എന്താ വേണ്ടി? നിന്റെ മുൻപിൽ ഞാനൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദാവീദിന്റെ താക്കോല് എൻ്റെ കയ്യിലുണ്ടെന്ന്, അത് ഞാൻ തുറന്ന് അടയ്ക്കാൻ ആരുമില്ല ഇവിടെ. അതുപോലെ തന്നെ ഞാൻ അടച്ചാൽ തുറക്കാനും ആരുമില്ല.
അങ്ങനെയുള്ള ഒരുവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓ സ്തോത്രം. ദൈവം തരുന്ന പ്രകാശത്തിൽ, വെളിച്ചത്തിൽ, കഴിവിൽ, കൃപയിൽ, നന്മയിൽ, ദൈവം കാണിക്കുന്ന വെളിച്ചത്തിൽ മുൻപോട്ട് നീങ്ങുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാം ഇരുളായിരിക്കാം, അതിൻ്റെ നടുവിൽ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചമാണ് നിനക്ക് മുൻപിലുള്ളതെങ്കിലും ആ വെളിച്ചത്തിൽ സ്റ്റെപ്പ് വെച്ചോണം. സ്തോത്രം. അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, ക്ഷീണിച്ച് നിൽക്കരുത്. നിന്റെ മുൻപിൽ കാണുന്ന ആ ചെറിയ വെളിച്ചത്തിൽ ആമേൻ നിന്റെ കാലുകൾ ഇടറാതെ മുൻപോട്ട് പോകുവാൻ തയ്യാറുണ്ടെങ്കിൽ നിശ്ചയമായും സ്തോത്രം ദൈവം തരുന്ന പ്രകാശത്തിൽ നിനക്ക് മുന്നേറുവാൻ കഴിയും, നിനക്ക് ജയിക്കുവാൻ കഴിയും, നിനക്ക് ജീവിക്കുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. മാത്രമല്ല, ഏറ്റവും ഒടുവിലായി ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടെയുണ്ട്. കർത്താവിൻ്റെ നാളിൽ പ്രതിഫലത്തിനായി ജീവിക്കുക. ഇവിടെ നിന്ന് സ്വർഗത്തിൽ നാം കരേറിപ്പോകുമെന്നും അതിനെക്കുറിച്ചൊക്കെ പ്രവചന ഭാഗത്തു നിന്ന് ചിന്തിച്ച ചിന്തകളെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചു. എന്നാൽ അവിടെ ചെന്ന് ലജ്ജിതനായിരിക്കേണ്ടി വരും പലരും. കാരണം ഇവിടെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കർത്താവിനെ ഇങ്ങനെ സ്വീകരിച്ചു, ഇങ്ങനെ കർത്താവിനെ കൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ. പണ്ട് ഈ ഒരു ഉദാഹരണം ഒരാൾ പറഞ്ഞു, ഈ ദേവനെ എഴുന്നള്ളിക്കുന്ന ആനയെക്കുറിച്ച് പറഞ്ഞു. ആനയുടെ മുകളിൽ ദേവനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുക. ആന ഈ ദേവനെയും കൊണ്ട് ഇങ്ങനെ പോവുക. വലിയ കാര്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇങ്ങനെ പോവുക. പക്ഷെ ഇതിനിടയ്ക്ക് ഈ ആനയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കാളാമുട്ടം വല്ലതും എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ ഈ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ഒരു തപ്പും ഈ ആന. പുള്ളിക്ക് തോന്നി ഒരു കാളാമുട്ടനാ കിടക്കുന്നെങ്കിൽ ഈ ആന എന്നായി എന്നറിയാവോ, ദേവനാ മേളിലിരിക്കുന്നൊന്നും ആനയ്ക്ക് വിഷയമല്ല. ആന ഈ തുമ്പിക്കൈ കൊണ്ട് പകഞ്ഞൊരു തപ്പ, സൈഡിൽ കൂടെ റോഡിൽ കൂടെയാ പോകുന്നെങ്കിൽ ഒരു തപ്പുതം. ഇതുപോലെയാ പലരും കർത്താവിനെ ആ ശിരസിൽ വഹിച്ചിരിക്കുന്നത്, കർത്താവിനെ കൊണ്ടാ നടക്കുന്ന. പക്ഷേ കാളാമുട്ടൻ തപ്പിക്കൊണ്ട് കിടക്കുക. ഇപ്പോഴും കാളാമുട്ടൻ എവിടെയുണ്ടോ അവിടെ തുമ്പിക്കൈയിട്ട് ചകയുന്ന പുള്ളികളാണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്. കർത്താവ് എൻ്റെ മുകളിലുണ്ട്, കർത്താവ് എൻ്റെ മേൽ വാഹനമേറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ രീതി, എൻ്റെ സ്വഭാവമൊക്കെ ഇതാ. കാളാമുട്ടൻ്റെ പുറകെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതല്ല ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ മീതെ വാഹനമേറിയിരിക്കുന്ന ആരാന്ന് മനസ്സിലാക്കി അവന് വേണ്ടി നിലകൊള്ളുവാൻ, അവനിൽ നിന്ന് പ്രതിഫലം വാങ്ങുവാൻ, അവന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, പ്രവർത്തിപ്പാൻ. പുനരുത്ഥാനത്തിന്റെ അധ്യായത്തിൽ പൗലോസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. എപ്പോഴും കർത്താവിന്റെ വേല ചെയ്യാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. മറ്റു പലതും ചെയ്യാൻ പലരെയും വിളിച്ചിട്ടുണ്ട്. അവരുടെ വിളി അനുസരിച്ച് അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ വേല ചെയ്യാൻ വിളിയുള്ള നീ കർത്താവിനെ ഏറ്റെടുത്തിട്ട് മടുത്തും മന്ദീഭവിച്ചും ഇരിക്കാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വാങ്ങത്തക്ക നിലയിൽ കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിയുമോ? ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കുവാൻ, ഒരു പരസ്യവും കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ആഴ്ച ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്ത വ്യക്തികൾ കൈ ഉയർത്താൻ പറഞ്ഞു. ഒത്തിരി പേരുള്ള സഭയാണ്, ഒരാൾ പോലുമില്ല. ഒരു ട്രാക്റ്റ് പോലും കൊടുക്കാൻ, ഒരാളോട് വേണ്ടി പ്രാർത്ഥിക്കാൻ, സുവിശേഷം അറിയിക്കാൻ ഒന്നും ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല വാസുദേ. പിന്നെ ഞായറാഴ്ച വന്നിവിടെ തല്ലിക്കൊട്ട, ഞായറാഴ്ചത്തെ ഈ കൈകൊട്ടും തല്ലിക്കൊട്ടും ഈ അന്യായ ഭാഷയും ഇത് മാത്രമുള്ള പരിപാടിയല്ല സുവിശേഷം എന്ന് പറയുന്നത്. യേശുവിനെ അകത്തേന്തിയാൽ ഒരാത്മഭാരം അകത്തുണ്ടാകും. അടുത്തുള്ളൊരു സഹോദരനെ യേശുവിനെ കുറിച്ച് പറയാൻ, അവൻ്റെ ആത്മാവിനെ കുറിച്ചൊരു ഭാരം ഹൃദയംഗമായി ഉണ്ടോ? ഇല്ല എങ്കിൽ നിനക്ക് പ്രതിഫലം പ്രാപിക്കാൻ കഴിയത്തില്ല. ഇവിടെ അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്ത ഭക്തന്മാർ അന്ന് പ്രതിഫലം വാങ്ങുമ്പോൾ, വാടാത്ത കിരീടം മേടിക്കുമ്പോൾ, തേജസ്സിന്റെ കിരീടം വാങ്ങുമ്പോൾ, ഏതാണ്ട് 6 കിരീടങ്ങൾ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്.
ഈ കിരീടങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒന്നെങ്കിലും വാങ്ങി അവരുടെ മധ്യേ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നാം ലജ്ജ ധരിക്കേണ്ടി വരും അവിടെ ചെന്നാലും. അതുകൊണ്ട് അങ്ങനെ വരരുതേ. അതുകൊണ്ട് പ്രതിഫലത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ശക്തമായി ഓർപ്പിക്കുന്നു. ഈ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക നിലയിൽ ഈ ദാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്ന പാഠങ്ങളാണിത് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിപ്പാൻ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, വചനം കേട്ട ഏവർക്കും അതിന് കൃപ ചെയ്യണമേ. ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട പറയപ്പെട്ട വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമാകണം. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വിശ്വസ്തരായ അങ്ങേ സേവിപ്പാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോട് കൃപ ചെയ്യണം. കേട്ടവരെല്ലാം ആശീർവദിച്ചാട്ടെ. തിരുനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.